ഇന്നലെ അഡ്മിറ്റായ ചന്ദ്രൻ ഇപ്പോൾ സ്കാനിങ്ങിന് കൊണ്ടുപോയിരിക്കുക. ഡോക്ടർ തരകന്റെ യൂണിറ്റിലാണ്. ഫയലിംഗ് എത്തിയിട്ടുണ്ടാവില്ല. ഇരിക്കൂ, വിളിക്കാം. ഞാൻ ഡോക്ടറാണ്. തരകൻ സാറിനെ ഒന്ന് കാണണം. അവിടെ ഇരുന്നോളൂ, ഡോക്ടർ ഫ്രീ ആവുമ്പോൾ പറയാം. റൂം നമ്പർ 10 ചന്ദ്രശേഖരൻ മേനോൻ. ബന്ധുക്കളെല്ലാം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അറിയിച്ചോളൂ. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ, ഡോക്ടറാണ്. ഓ, ഇരിക്കൂ. എങ്ങനെയാ അറിഞ്ഞത്? ഡോക്ടർ ഹൈദരാബാദിലോ മറ്റോ യാത്രയിലാണ്. ഇവിടെ മറ്റു ബന്ധുക്കളാരും ഇല്ല എന്ന് പറഞ്ഞു. യുനോ ഹീസ് ഇൻ ഹെപ്പാറ്റിക്കോമ. അപാര ധൈര്യശാലി തന്നെയാണ് ഡോക്ടറുടെ ഹസ്ബൻഡ്. 2 or 3 തവണ രക്തം ഛർദ്ദിച്ചിട്ടും സ്വയം കാറോടിച്ച ഇവിടെ വന്നത്. പിന്നെ സിംറ്റമാറ്റിക് ആയിട്ട് ചെയ്യാവുന്ന എല്ലാ ട്രീറ്റ്മെന്റും ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഡോക്ടർമാര് ഇമോഷനുകൾക്കപ്പുറം യാഥാർത്ഥ്യം അറിയുന്നവരാകണം. ബന്ധുക്കളാരും എത്തിയില്ലേ? അല്ല, ഞാൻ കേൾക്കാം, പറഞ്ഞോളൂ. ഇത് ഡോക്ടേഴ്സ് തമ്മിലുള്ള ഡിസ്കഷൻ ആണെങ്കിൽ ഞാൻ പറയും മിസ്റ്റർ ചന്ദ്രശേഖരന് സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണെന്ന്. പിന്നെ മുകളിൽ ഒരാൾ നിശ്ചയിക്കണമല്ലോ. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇഷ്ടദൈവങ്ങൾക്ക് വഴിപാടുക്കുന്നതെന്നുള്ളൂ. ആ അമ്മേ. എന്താ മോളെ? അമ്മേ, മയക്കത്തിലോ അല്ലാതെയോ ആദ്യം വിളിച്ചത് എന്റെ പേരാ. ആരെയാ ഞാൻ കുറ്റപ്പെടുത്തേണ്ടത്? എന്നെ. ഞാൻ കാരണം ചന്ദ്രനെ വേദനിച്ചതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. അമ്മ പ്രാർത്ഥിക്കണം കേട്ടോ. ഇഷ്ടദൈവങ്ങൾക്ക് നേർച്ച നേരാൻ തരകൻ ഡോക്ടർ പറഞ്ഞു. ഞാൻ നേർന്നു. എവിടെ? ശിവപുരത്ത്. എനിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരെങ്കിലും അയക്കാം. നമുക്ക് വേണ്ടി വേറൊരാൾ ചെയ്താ പോരെ? അതൊക്കെ ആലോചിക്കാൻ ഇനി സമയമുണ്ട്. നീ പോയി വല്ലതും കഴിക്കോ, വസ്ത്രം മാറുമോ, എന്തെങ്കിലും ചെയ്യ്. ഏയ്, ഉറങ്ങല്ലേ? പകലും വീണ് ഇറങ്ങിയിട്ട് മതിയായില്ലേ? ഉറങ്ങല്ല, കൊച്ചു കൊച്ചു മയക്കം. മയക്കത്തിൽ നിറയെ സ്വപ്നങ്ങൾ. ഇപ്പോഴൊരെണ്ണം കണ്ടു. നല്ല പരപ്പുള്ള പുഴയിൽ ഞാനും തുഴയുന്ന ആള് മാത്രം. കരയെത്തും മുൻപ് അയാൾ വിലക്കിയിട്ട് ഞാനിറങ്ങി നടന്നു. ചെന്ന് കയറിയതൊരു ഗ്രാമത്തിൽ. നിറയെ പൂക്കളും പച്ചപ്പും നീർച്ചോലങ്ങളുള്ളൊരു ഗ്രാമം. ഇന്നലെ വരെ അങ്ങനൊരു ഗ്രാമം ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഓരോ വഴികളും എനിക്ക് പരിചയമുള്ളതുപോലെ. കുറച്ചകലെ ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു. ധാവണി ചുറ്റിയ പെണ്ണ്. കൈതക്കാടുകൾക്കിടയിൽ ഒരു നീർച്ചാല് മുറിച്ചു കിടന്നാൽ എനിക്ക് അവളുടെ അരികിലെത്താം. അടിയൊഴു കൊളിപ്പിച്ചു വെച്ച ചാലും നീന്താൻ അറിയാത്ത ഞാനും. അതുകൊണ്ട് അവളുടെ മുഖം കാണാനായില്ല. ഭദ്രാന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. വിളിച്ചോ? ഞാൻ ഓർക്കുന്നില്ല. ഇന്ന് മാത്രല്ല, ഇതിനു മുമ്പും. എന്തിനാണ് അവൾ എപ്പോഴും മുഖം മറിച്ച് നടന്നത്? ആളത്ര ശരിയല്ലാന്ന് തോന്നിണ്ടാവും. ഇതാണ് അവളുടെ മുഖം.
ഹോസ്പിറ്റല്. എഴുന്നേൽക്കും. എന്റെ മനസ്സ് ശാന്തമാണ്. അതുകൊണ്ടാണ് ഇത്ര സുഖമുള്ള സ്വപ്നങ്ങൾ കാണുന്നത്. കുടിക്ക്. മതി, എനിക്കൊന്ന് കിടക്കണം. ആഹാ, ഇതായിരുന്നോ വേണ്ടത്? ഉറങ്ങരുതേ. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാമമില്ലേ, ആദ്യമായിട്ട് അവിടെ എത്തിയ ഞാൻ അതിനു മുമ്പ് അവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നിപ്പിച്ച കാഴ്ചകൾ എവിടെ നിന്നാണെന്നോ കിട്ടിയത്? നിന്റെ ഡയറിയിൽ നിന്ന്. വായിക്കാൻ പാടില്ലെന്നറിയാമായിരുന്നു. ഞാനാ ചന്ദ്ര തെറ്റുകാരി. എനിക്കുള്ളൊക്കെ വായിക്കാനുള്ള അവകാശം ചന്ദ്രനുണ്ടായിരുന്നു. അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. എന്നെ ഏറെ വെറുത്ത ഒന്നാണെന്നും എത്ര ശ്രമിച്ചാലും അത് മനസ്സിൽ നിന്ന് മാറില്ല എന്നൊക്കെ നീ പറഞ്ഞല്ലോ. പറയുന്നതിനൊക്കെ വിരുദ്ധല്ലേ ഞാൻ? വെറുക്കേ? നിനക്കെന്നെ അറിയില്ലേ? ഭദ്ര, ശിവപുരത്ത് നമുക്ക് ഒരുമിച്ചൊന്ന് പോവോ? നീ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നവിടം ഞാൻ മുമ്പേ കാണണ്ടായിരുന്നു. കൊണ്ടുപോവോ? ഇനിയിപ്പോ അവിടെ എന്താ കാണാണ്ടാവുക? ഒക്കെ മാറിണ്ടാവും. ഭംഗിയുള്ള സ്ഥലം, അവിടെ നല്ല ആളുകളും ഉണ്ടാവും. എന്താ നീ ഒന്നും മിണ്ടാത്ത? എന്നോട് പിണങ്ങരുത്. അല്ല, ഇല്ലാന്ന് പറഞ്ഞപ്പോഴൊക്കെ അടുത്ത നിമിഷം നമ്മൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ശിവപുരം എനിക്കൊരു സ്വപ്നഭൂമിയാ. ഒരു കവിതയോ സംഗീതമോ പോലെ. അവിടേക്ക് ചന്ദ്രനെ കൂട്ടിക്കൊണ്ടുപോവാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇവിടുന്ന് ഇറങ്ങട്ടെ, നമുക്ക് പോവാം. എന്താന്ന് മിണ്ടാത്തെ? பத்ரா, வாடி உள்ளவா. காலையில இருந்து காக்க குறுக்குது. சொந்தக்காரி யாரோ வருது. யாரா இருக்கும்னு நான் நினைச்சிட்டே இருந்தா. என்ன அதிசயம்! கனவா நனவா? உட்காரு. ஏன் சத்தம் போடுறது? എന്നോട് ഫ്രണ്ട് വന്നത് പാക്കലയാ? കുട്ടികൾക്ക് കൊടുക്കാൻ ഞാനൊന്നും വാങ്ങിയില്ല. കുട്ടികളാ? ഒരാളുതാൻ, മോഹിനി. കടവ് കൊണ്ടുപോയിട്ടാര്. എനിക്കിപ്പോ അമ്മ മാത്രമേ ബന്ധുവായിട്ടുള്ളൂ. ഞാനും എൻ്റെ ആളും ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ച ദിവസം അദ്ദേഹം എന്നെ വിട്ടുപോയി. 40 കഴിഞ്ഞു. ചാരം നമ്മുടെ പാപനാശിനിയിലും ഒഴുക്കണമെന്ന് മനസ്സ് പറഞ്ഞു. ഇങ്ങോട്ട് പോന്നു. யாரு தெரியறது? சாஸ்திரிகளா? அவர் இறந்து போச்சு. அவருக்கு தொண்டையில கேன்சர் வந்து ரொம்ப கஷ்டப்பட்டாரு. 2 வருஷமா ஹாஸ்பிட்டலும் வீட்டுக்கும் மருந்து அலைஞ்சோம். சாகறதுக்கு முன்னாடி பத்ராவை பார்க்கணும்னு அவர் ரொம்ப ஆசைப்பட்டாரு. டெத்துக்கு 2 நாள் முன்னாடி கூடி அவரு கேட்டாரு, பத்ர வருமான்னு.
வரும்னு நான் சொன்னேன். கிடைச்ச அட்ரஸ்ல நானே எழுதி ஒரு லெட்டர் போட்டிருந்து. ഇല്ല, എനിക്ക് കിട്ടിയില്ല. கிடைச்சிருந்தா கண்டிப்பா நீ வந்திருப்ப. நீங்க 2 பேரும் காதலிச்சிங்கன்னு எனக்கு தெரியும். இந்த பாபி நடுவில் வந்ததுனால ஏண்டா ராமா அங்க முடிச்சுட்டு நிக்கிற? நிவேத்தியம் எல்லாம் ரெடி பண்ணிட்டியா? நேரம் போனது தெரியாதா? வர வர இவனுக்கும் பைத்தியம் பிடிச்சு போட்டு. ഞാൻ ശാസ്ത്രികളുടെ വീട്ടിൽ പോയിരുന്നു. ജ്ഞാനത്തെ കണ്ടു. എന്നെ ഒഴിവാക്കാൻ ഞാനും ചില നുണകളൊക്കെ പറഞ്ഞു. സാരില്ല, എന്നോട് പൊറുക്കാൻ പറയണം. ബന്ധങ്ങളൊന്നും ഇല്ലാതാകുമ്പോൾ സ്വന്തം നാട്ടിലേക്കൊരു മടക്കയാത്ര ഏതൊരാളും കൊതിക്കില്ലേ? ഈ നാട്ടിലേക്കല്ലാതെ മറ്റൊരിടത്തേക്കും എനിക്ക് പോകാനില്ല. ജ്ഞാനവും ശാസ്ത്രികളും ഞാനും നമ്മുടെ പഴയ ഇടങ്ങളിൽ പണ്ടത്തെ പോലെ ഓർക്കാൻ സുഖമുള്ളത് മാത്രം ഒന്ന് ആവർത്തിക്കാൻ. അത് മോഹിച്ചാ വന്നത്. ഞാനും ഭദ്രയെ തിരിച്ചറിഞ്ഞല്ലോ. അത് തന്നെ മഹാഭാഗ്യം. 7ാമത്തെ ഷോക്ക് ട്രീറ്റ്മെന്റും കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് 3 ദിവസമേ ആയുള്ളൂ. കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ അവൾ എന്താ പറഞ്ഞെന്നറിയോ? അവൾക്ക് എന്നോട് വെറുപ്പാണ്. ഞാനൊന്നും മറച്ചു വെച്ചില്ല. അതൊക്കെ ഒരു തമാശ പോലെ അവൾ കേട്ടിരുന്നു. പക്ഷേ പിന്നെ എന്നോട് മിണ്ടാട്ടില്ലാണ്ടായി. കാണുന്ന വെറുപ്പായി. കൈ കെട്ടിയതൊക്കെ വലിച്ചെറിയും. 2 വയസ്സുള്ള ഞങ്ങളുടെ മകള് മരിച്ചത് തലയ്ക്ക് ക്ഷതമേറ്റാണെന്നാണ് ഡോക്ടർ റിപ്പോർട്ട്. അതെപ്പോ എങ്ങനെ അവൾക്ക് ഇനിയും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞാനും പാവാണ്. നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടു എന്നറിഞ്ഞ എനിക്ക് അവളെ ഇനി തിരിച്ചു കിട്ടില്ല. മറ്റൊന്നും മോഹിച്ചു വന്നല്ല, ഒന്നും സ്വന്താക്കുകയില്ല. എനിക്ക് വേണ്ടി നീലാംബരി ഒന്ന് പാടാമോ? അത് മാത്രം.
തൊണ്ടയ്ക്ക് ക്യാൻസർ വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ട്രീറ്റ്മെന്റിലാണ് ഞാൻ. ഇനി എനിക്ക് പാടാൻ കഴിയില്ല.